സഹിൻ, ഇപ്പോൾ അറിയേണ്ടത് ഇനി എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ എന്നുള്ളതാണ്. കാരണം നേവിയുടെയും കോസ്റ്റ് ഗാർഡിൻ്റെയും ഒക്കെ അവിടുത്തെ രക്ഷാപ്രവർത്തനം എങ്ങനെ പുരോഗമിക്കുന്നു? കോസ്റ്റ് ഗാർഡിൻ്റെ കൂടുതൽ വെസൽസ് അവിടേക്ക് എത്തിയിട്ടുണ്ടോ? തീ അണയ്ക്കൽ സംവിധാനം ഏറെക്കുറെയെങ്കിലും നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? മറ്റൊന്ന്, ആശുപത്രിയിൽ ചികിത്സയിലുള്ളവരുടെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ടാണ്. ഇതിൽ 2 പേരുടെ നില കുറച്ച് ആശങ്കാജനകമാണെന്ന് പറയുന്നു. അപ്പോൾ അവിടെ നിന്നുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? ഏറ്റവും പുതിയ അപ്ഡേറ്റ് നമുക്ക് എന്തൊക്കെയാണ് സഹിൻ ലഭിക്കുന്നത്? സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ 2 പേരുടെ നില ഗുരുതരമായി തന്നെ തുടരുകയാണ്. 22 പേരായിരുന്നു കപ്പലിലുണ്ടായിരുന്നത്. ഇതിൽ 18 പേരെ രക്ഷിക്കാൻ കഴിഞ്ഞു. അതിൽ തന്നെ 6 പേർക്കായിരുന്നു അപകടം പറ്റിയിരുന്നത്. ഇതിൽ 2 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. 4 പേർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും കാര്യമായി തന്നെ നടക്കുകയാണ്. ഇപ്പോൾ കോസ്റ്റ് ഗാർഡിൻ്റെയും ഒപ്പം തന്നെ ഇന്ത്യൻ നേവിയുടെയും 2 വിഭാഗമായിട്ടുള്ള രക്ഷാപ്രവർത്തനങ്ങളാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കോസ്റ്റ് ഗാർഡിൻ്റെ തന്നെ കപ്പലുകളായ സമുദ്രപ്രഹരി, സജേദ്, സമർത്ത് എന്നീ കപ്പലുകൾ ഇപ്പോഴും അവിടെ ഫയർ ഫൈറ്റിംഗ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ എണ്ണ, രാസവസ്തുക്കൾ എന്നിവ കടലിൽ പടരാതിരിക്കാനുള്ള ഒരു നീക്കമാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. INS സത്ലജ്, അത് ഇന്ത്യൻ നാവികസേനയുടെ നാവികസേനയുടെ INS സത്ലജ് ഇപ്പോഴും ഈ പരിസരത്ത് തന്നെ ഈ പറയുന്ന കോസ്റ്റ് ഗാർഡിൻ്റെ കപ്പലുകൾക്ക് വേണ്ട സുരക്ഷ ഒരുക്കുന്നതിന് വേണ്ടി ആ പരിസരത്ത് തന്നെയുണ്ട്. മാത്രമല്ല മറ്റൊന്ന്, കോസ്റ്റ് ഗാർഡിൻ്റെ ഡ്രോണിയർ വിമാനങ്ങൾ, ഈ വിമാനങ്ങൾ ഇപ്പോഴും ആകാശത്ത് വട്ടമിട്ട് പറന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്നും രക്ഷാപ്രവർത്തനങ്ങൾ ഒപ്പം തന്നെ ഈ കപ്പലിനെ തീയണക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ സേതു പറഞ്ഞിരുന്നു, പ്രകൃതിക്കും ഒപ്പം തന്നെ ഈ നമ്മളുടെ ഗുരുതരമായ പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കുന്ന വസ്തുക്കളൊക്കെയാണ് ഈ കപ്പലിലുള്ളതെന്ന്. അത് അങ്ങനെ തന്നെയാണ്. 140 കണ്ടെയ്നറുകൾ, 670 കണ്ടെയ്നറുകളിൽ 140 കണ്ടെയ്നറുകൾ ഇപ്പോഴും ഗുരുതരമായ വസ്തുക്കൾ തന്നെയാണുള്ളത്. അതും പ്രത്യേകിച്ചും ഭീഷണി ഉയർത്തുന്ന രാസവസ്തുക്കളും കീടനാശിനികളുമാണ് ഇതിലുള്ളത്. അത് കസ്റ്റംസിൽ നിന്ന് ലഭിച്ച കാർഗോ മാനിഫെസ്റ്റിലാണ് ഇക്കാര്യം സൂചിപ്പിച്ചിരിക്കുന്നത്. 20 കണ്ടെയ്നറുകളിൽ 1,83,00,000 കിലോ ബൈപൈറിഡിലിയം കീടനാശിനിയാണ്. മറ്റൊന്ന്, ഒരു കണ്ടെയ്നറിൽ 27,786 കിലോഗ്രാം ഈഥൈൽ ക്ലോറോഫോർമേറ്റാണ്. ഡൈമീഥൈൽ സൾഫേറ്റ് ഉണ്ട്, ഹെക്സാമെഥിലിനുണ്ട്. അങ്ങനെ ഇതെല്ലാം വലിയ സമൂഹത്തിന് വലിയ ദോഷമുണ്ടാക്കുന്ന, പരിസ്ഥിതിക്ക് വലിയ ദോഷമുണ്ടാക്കുന്ന ദ്രാവകങ്ങളും വസ്തുക്കളും തന്നെയാണ് അതിനകത്തുള്ളത്. 167 പെട്ടി ലിഥിയം ബാറ്ററികളുണ്ട്. ബെൻസോഫെനൻ എന്നിവ പരിസ്ഥിതിക്ക് ഭീഷണി ഉയർത്തുന്ന വസ്തുക്കളാണ്. പിന്നെ പെയിന്റ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഈഥേൻ മീഥൈൽ കീറ്റോൺ 40 കണ്ടെയ്നറുകളിലാണ് ഉള്ളത്. 12 കണ്ടെയ്നറുകളിൽ നാഫ്തലിൻ, പാരാഫോർമാൽ ഡിഫൈഡ് എന്നിവയാണുള്ളത്. ഇവയെല്ലാം ഈ വായു